സോ ഹലോ ഹായ് എവരി വൺ. നമ്മൾ എൻലേൺ അക്കാഡമിയുടെ ക്വിക്ക് ലേൺ സീരീസിലെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ക്വിക്ക് ലേൺ സീരീസിൽ നമ്മൾ CSIRൻ്റെ തന്നെ മേജർ ഏരിയാസ് കവർ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയ്ക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് CSIRൻ്റെ തന്നെ മേജർ ഏരിയ ആയ മോളിക്കുലർ ബയോളജിയിലെ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് CSIR 2021 ജൂൺ 2nd ഷിഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് നോക്കുമ്പോൾ അതൊരു ഫിഗറൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല, കുറച്ചൊരു കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് DNA റെപ്ലിക്കേഷൻ്റെ തിയററ്റിക്കൽ പോർഷൻ നമ്മളൊന്ന് ബ്രീഫ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് DNA റെപ്ലിക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഫാക്ടേഴ്സുകൾ ആവശ്യമുണ്ട്. DNA റെപ്ലിക്കേഷൻ നടക്കാനായിട്ട് കുറച്ച് ഫാക്ടേഴ്സുകൾ ആവശ്യമുണ്ട്. അതായത് അത് അഡീഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന DNA പോളിമറൈസ് പോലുള്ള കുറച്ച് പ്രോട്ടീൻസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹെലിക്കേസ് എന്ന് പറയുന്ന അൺവൈൻഡ് ചെയ്യാനുള്ള പ്രോട്ടീന്, പിന്നെ ലൈഗേസ് പോലുള്ള പ്രോട്ടീൻസ് ഫോർ ജോയിനിങ്, പിന്നെ നമുക്ക് പ്രൈമേഴ്സ് ആവശ്യമുണ്ട്. അതായത് ഒരു 3' എൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമേഴ്സ് ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അഡീഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് അതായത് DNTPs നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ DNA പോളിമറൈസ് ഒക്കെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതിൻ്റെ പ്രൂഫ് റീഡിങ് പരിപാടികളൊക്കെ നോക്കാനായിട്ടും ഒക്കെ അവിടെ Mg2+ പോലുള്ള കുറച്ച് അയോൺസ് DNA പോളിമറൈസായിട്ട് ആഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് DNA റെപ്ലിക്കേഷൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതല്ലായിരിക്കും. നമുക്ക് റെപ്ലിക്കേഷനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ എപ്പോഴും സെമി ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു യൂക്യാരിയോട്ടിക് സെല്ലോ അല്ലെങ്കിൽ ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലോ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ റെപ്ലിക്കേഷൻ എപ്പോഴും നമുക്ക് DNA കംപ്ലീറ്റ് ആയിട്ട് അറ്റ് എ ടൈം സൈമൾട്ടേനിയസ്ലി 2 സ്ട്രാൻഡുകളും DNA ഡബിൾ സ്ട്രാൻഡ് നമുക്കറിയാം. അതായത് 2 സ്ട്രാൻഡുകളും ഒരേ ടൈമിൽ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഒരു സെമി ഡിസ്കണ്ടിന്യൂസ് മോഡൽ ഓഫ് റെപ്ലിക്കേഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മളിപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3' to 5' എൻഡ് സിന്തസൈസ് ചെയ്യുമ്പോൾ ആ സിന്തസൈസ് ചെയ്യുന്ന പുതിയ സ്ട്രാൻഡ് ലീഡിങ് സ്ട്രാൻഡായിട്ട് കൺസിഡർ ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതായിരിക്കും. അത് 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ബട്ട് അതേ സെയിം ടൈമിൽ നമ്മുടെ പേരൻറ്റ് DNAയിലെ 5' to 3' സ്ട്രാൻഡ് അവിടെ സിന്തസിസ് നടക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അതായത് നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ സിന്തസിസ് നടക്കുന്നത്. ആ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഓക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പാച്ച് ആയിട്ടായിരിക്കും അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ ടൈമിൽ തന്നെ നമുക്ക് ഒരു ഏരിയയിൽ റെപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഏരിയനെ നമ്മൾ മൂവ് ചെയ്ത് പോകുന്ന ആ ഏരിയനെ നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്കായിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യാരക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ ഈക്വലായിട്ട് DNA നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് നമുക്കറിയാം ഒരൊറ്റ ORI സൈറ്റേ ഉള്ളൂ. ആ ORI സൈറ്റിൽ നിന്നാണ് നമുക്ക് റെപ്ലിക്കേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സിംഗിൾ ORI സൈറ്റിൽ നിന്ന് നമ്മൾ റെപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതെപ്പോഴും ബൈ ഡയറക്ഷനിലായിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലോട്ടും ഒരു ORI സൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു കയറിൻ്റെ കഷ്ണം നമ്മൾ അതിൻ്റെ അഴകൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരു വൺ സൈഡിലോട്ട് പുള്ളി ചെയ്യും, അടുത്ത സൈഡിലോട്ട് നമ്മൾ വേറൊന്നും പുള്ളി ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തുറന്നു വരികയും ആ തുറന്നു വരുന്ന ഏരിയയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു റെപ്ലിക്കേഷൻ നടക്കും, റൈറ്റ് സൈഡിലോട്ട് വേറൊരു റെപ്ലിക്കേഷൻ നടക്കും. അതുപോലെയാണ് നമുക്ക് ഇവിടെ ഈക്വലായിൽ റെപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ORI സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെപ്ലിക്കേഷൻ ഈ സൈഡിലോട്ടും നടക്കും ഈ സൈഡിലോട്ടും നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈഡയറക്ഷണൽ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബൈഡയറക്ഷണൽ മോഡ്. അപ്പോൾ 2 സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതിനെ ബൈഡയറക്ഷണൽ മോഡ് എന്ന് പറയും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ സിംഗിൾ ORI സൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ 2 റെപ്ലിക്കേഷൻ ഫോർക്കുകളുണ്ടായിരിക്കും. ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ഫോർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടായിരിക്കും.
അപ്പോൾ ഓരോ സൈഡിലും അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ലാഗിങ് സ്റ്റാൻഡാണ് ഡിസ്കണ്ടിന്യൂസ്, ലീഡിങ് സ്റ്റാൻഡ് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമുക്ക് വേറൊരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ RNA പ്രൈമേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് എപ്പോഴും DNA പോളിമറൈസിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള 3' എൻഡ് പ്രൊവൈഡ് ചെയ്യണം. ഈ പുതിയ സ്റ്റാൻഡിന് സിന്തസൈസ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ഒരു 3' എൻഡ് ഉള്ള DNTP, അവിടെ ഒരു NTP ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ DNA പോളിമറൈസിന് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ആഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ ഒരു പ്രൈമേഴ്സ് എപ്പോഴും ആവശ്യമാണ്. അത് ഈ 3' എൻഡിലാണ് ഇവിടെ ഒരു പ്രൈമർ ഉണ്ടായിരുന്നത്, എന്നിട്ടാണ് ഇവിടെ സിന്തസൈസ് ചെയ്ത് പോയത്. ഈ ലാഗിങ് സ്റ്റാൻഡ് സിന്തസിസ് വരുമ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൈമേഴ്സ് വന്ന് ആഡ് ചെയ്യും. അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഇവിടെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സിന്തസിസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ഒരു DNA റെപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളിവിടെ തന്നിരിക്കുന്നത് ഒരു replication of DNA beginning from the origin of replication of the chromosome of a newly identified bacterium having double-stranded circular DNA genome is shown. Okay, characterization of DNA polymerase responsible for genome replication showed that DNA synthesis occurred in the 5'. അപ്പോൾ നമുക്ക് ഇതെല്ലാം തിയറിറ്റിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് എ പ്രൈമർ, പൊളാരിറ്റീസിനെ പറയുന്നുണ്ട്, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന O എന്ന് പറയുന്നത് ഇവിടുത്തെ ORI സൈറ്റ്, നമുക്ക് ഇവിടെ ഇതാണ് ഇവിടുത്തെ ORI സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദി ലെഫ്റ്റ് ഓഫ് ദ ബബിൾ ആൻഡ് ബോത്ത് പേരൻറ് സ്റ്റാൻഡ്സ് വർ റെപ്ലിക്കേറ്റഡ് കൺകറൻ്റ്ലി. ഓക്കെ, നമുക്ക് ലോങ്ങർ ആരോ ഇൻസൈഡ് ദ ബബിൾ ഷോസ് കണ്ടിന്യൂ. ഇത് ഈ ലോങ്ങർ ആരോ കാണിക്കുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിന്തസൈസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പാച്ചസ് ആയിട്ട് കാണിക്കുന്ന ആരോ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഇങ്ങനൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഇതിൻ്റെ നടുക്കാണ് ORI സൈറ്റിനെങ്കിൽ അതിൻ്റെ റെപ്ലിക്കേഷൻ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകുന്നെന്ന് പറഞ്ഞു. ബട്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ ബൈ ഡയറക്ഷണൽ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ORI സൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ആ ORI സൈറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. അത് രണ്ട് സ്റ്റാൻഡിലും നടക്കുന്നുണ്ടെങ്കിലും ബട്ട് ഒരു സൈഡിലോട്ട് മാത്രമേ, ഇവിടെ ഈ സൈഡിലോട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റെപ്ലിക്കേഷൻ നമുക്ക് യൂണി ഡയറക്ഷണൽ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ പറയാം, യൂണി ഡയറക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ORI സൈറ്റിൻ്റെ ഒരു സൈറ്റിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ലീഡിങ് സ്റ്റാൻഡ് സിന്തസിസ് നടക്കുന്നു പറഞ്ഞു. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ലാഗിങ് സ്റ്റാൻഡ് സിന്തസിസ് നടക്കണമെങ്കിൽ നമുക്ക് ലാഗിങ് സ്റ്റാൻഡിൽ ഓരോ പ്രൈമേഴ്സ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ A, B, C എന്ന് പറയുന്ന പ്രൈമേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണോ ബിയിലാണോ സിയിലാണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും ഈ ലാഗിങ് സ്റ്റാൻഡിൻ്റെ സിന്തസിസ് നടക്കണമെങ്കിൽ ഈ സ്റ്റാൻഡിനെ നമ്മളിങ്ങനെ ഒടിച്ചു മടക്കി ഇതിൻ്റെ മുകളിലോട്ട് വന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സിന്തസിസ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദ്യത്തെ സിന്തസിസ് നടക്കുന്നത് C പാർട്ടിലായിരിക്കും, സിയിലായിരിക്കും ഇവിടെ സിന്തസിസ് നടക്കുന്നത്. പിന്നെ നടക്കുന്നത് ബിയിലും പിന്നെ എയിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക, ORI സൈറ്റിൻ്റെ അടുത്തുള്ള പ്രൈമേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് നമുക്കവിടെ ലാഗിങ് സ്റ്റാൻഡ് സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവർ ചോദിച്ചിരിക്കുന്നത് ദിസ് മോഡൽ ഡെപ്പിക്സ് എന്താണ് ഇവിടെ ഡെപ്പിക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണി ഡയറക്ഷൻ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ സിന്തസിസ് ഓഫ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് മാർക്ക്ഡ് C occurs prior to those marked A and B. അപ്പോൾ A and Bയിലേക്കാട്ടി മുമ്പിൽ സിയിലായിരിക്കും അവിടെ സിന്തസിസ് ഓഫ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കി പോകേണ്ട റെപ്ലിക്കേഷൻ്റെ തന്നെ ഒരു ഏരിയയാണ് പ്രൈമർ ഡിസൈനിങ് എന്ന് പറയുന്നത്. പ്രൈമർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് DNA, അതായത് ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് DNA നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈമേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ടെംപ്ലേറ്റ് സീക്വൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന് ഈ ടെംപ്ലേറ്റ് സീക്വൻസിന് വേണ്ടിയിരുന്ന അതിൻ്റെ റെപ്ലിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് പ്രൈമേഴ്സ് എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ആ ഒരു സീക്വൻസ് നമുക്കൊന്ന് എടുത്തെഴുതാം. ഇവിടെ 5-ATCGACTAG, ഇവിടെ N എന്ന് പറയുന്നത് കുറച്ചുണ്ട്. അതുപോലെ തന്നെ CCTAATGCAG 3'. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനാണ് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ നമുക്കറിയാം ഇതൊരു സിംഗിൾ സ്റ്റാൻഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇവിടെ സെഗ്മെൻറ്റ്സ് ഇവിടെ എഴുതേണ്ടതായിരിക്കും. അപ്പോൾ ടി എ ജി സി ടി ജി എ ടി സി ഇവിടെ എൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്ന് പറയുന്നത് എനി ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ജി ജി എ ടി ടി എ സി ജി ടി സി ഇവിടെ അപ്പോൾ 5' ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു സ്റ്റാൻഡ് വരുന്നത്. അപ്പോൾ നമുക്കൊരു സെഗ്മെൻറ്റ് ഓഫ് DNA നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഫോർവേഡ് പ്രൈമറും വേണം. ഓക്കെ, ഒരു ഫോർവേഡ് പ്രൈമറും വേണം, ഒരു റിവേഴ്സ് പ്രൈമറും വേണം. ഓക്കെ, 2 ടൈപ്പ് ഓഫ് പ്രൈമേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം 2 സ്റ്റാൻഡിൽ നമുക്ക് സിന്തസിസ് നടക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഫോർവേഡ് പ്രൈമർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്കറിയാം DNA പോളിമറേസിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ 3' എൻഡാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പ്രൈമർ സ്റ്റാർട്ടിങ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 5' എൻഡിൽ നിന്നാണ് എടുക്കേണ്ടത്. 3' സ്റ്റാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന 5' പ്രൈമറായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ 5' എൻഡിൽ ഒരു എ ടി സി ജി എ സി ടി എ ജി എന്ന് വരും. അതാണ് നമുക്കിവിടെ വരുന്ന ഫോർവേഡ് പ്രൈമർ എന്ന് പറയുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക, 3' എൻഡിലായിരിക്കണം നമുക്ക് പ്രൈമേഴ്സ് ആഡ് ചെയ്യുന്നത്. കാരണം 5' എൻഡാണ് നമ്മുടെ പ്രൈമറായിട്ട് വരേണ്ടത്. പിന്നെ നമുക്ക് 3' എൻഡിലാണ് അവിടെ സിന്തസിസ് നടക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫോർവേഡ് പ്രൈമർ. നമുക്ക് റിവേഴ്സ് പ്രൈമർ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു 5' എൻഡ്, ഇവിടെ സി ടി ജി സി എ ടി ടി എ ജി ജി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇവിടുത്തെ റിവേഴ്സ് പ്രൈമർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രൈമർ ഡിസൈനിങ് ചെയ്യേണ്ടത്. പിന്നെ പ്രൈമർ ഡിസൈനിങ്ങിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈമർ ഡിസൈനിങ് നമ്മൾ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, ഒന്ന് പ്രൈമറിൻ്റെ ലെങ്ത് ഒരു 18 to 30 ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുക. പിന്നെ നമുക്ക് അനീലിംഗ് ടെമ്പറേച്ചറും മെൽറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് പറയാം. അനീലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആദ്യം അവിടെ ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറാണ് നമ്മൾ അനീലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഒരു ടെമ്പറേച്ചറാണ് ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു 50 to 65 ഡിഗ്രി സെൽഷ്യസിൻ്റെ റേഞ്ചിൽ വരണം. അതുപോലെ തന്നെ അതിൻ്റെ അനീലിംഗ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു 5 degrees ലെസ് ദാൻ ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കണം എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GC കണ്ടൻറ്റ്. എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രൈമറിൻ്റെ GC കണ്ടൻറ്റ് ഒരു പ്രൈമറിൽ എപ്പോഴും ഒരു 40 to 60% മാത്രമേ ആവാവുള്ളൂ. കൂടുതൽ GC കണ്ടൻറ്റ് ആയിപ്പോയാൽ അതിന് മെൽറ്റിംഗ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രൈമറിൽ റിപ്പീറ്റുകൾ ഇല്ലാതിരിക്കാൻ നോക്കുക, റിപ്പീറ്റ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ കോംപ്ലിമെൻ്ററി സീക്വൻസുകൾ അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് സീക്വൻസുകൾ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് നമുക്കൊരു പ്രൈമർ ഡിസൈനിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കുക, 3' എൻഡിലാണ് നമുക്ക് ഒരു ഫോർവേഡ് പ്രൈമർ ആഡ് ചെയ്യേണ്ടത്. 2 പ്രൈമേഴ്സും 3' എൻഡിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അതിൽ നമുക്കിവിടെ എപ്പോഴും 5' ആയിട്ട് വരുന്ന പ്രൈമർ ഫോർവേഡ് പ്രൈമർ ഒരു സ്റ്റാൻഡിലും 5' ആയിട്ട് വരുന്ന വേറൊരു റിവേഴ്സ് പ്രൈമറിൽ മറ്റേ സ്റ്റാൻഡിലും ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ 2 പ്രൈമേഴ്സ് നമുക്കിവിടെ നോക്കുമ്പോൾ ഈ 5' to 3' ഇവിടെ ഈ 5' to 3' കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് ATC GAC എന്ന് പറയുന്ന ഒരു 5' to 3' വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേത് 5' CTG CAT എന്ന് പറയുന്ന വേറൊരു പ്രൈമറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ 2 പ്രൈമേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് പ്രൈമർ 1 ആണ്, പ്രൈമർ 2 ആണ് നമുക്ക് ഇവിടുത്തെ ഫോർവേഡ് പ്രൈമർ എന്ന് പറയുന്നത്. പ്രൈമർ 1 ആണ് ഇവിടുത്തെ റിവേഴ്സ് പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മളൊരു പ്രൈമർ ഡിസൈനിങ് ചെയ്യുന്നിരിക്കുന്നത്. നമുക്കൊരു സിംഗിൾ സ്റ്റാൻഡ് ഓഫ് DNA സീക്വൻസ് തരികയാണെങ്കിലും അത് ഡബിൾ സ്റ്റാൻഡേർഡ് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ട്
അതിൻ്റെ ലോവർ സ്റ്റാൻഡിൽ 3' എൻഡിൽ എഗൻസ്റ്റ് 5' എൻഡ് ഫോർവേഡ് പ്രൈമറും പിന്നെ അപ്പർ സ്റ്റാൻഡിൽ 3' എൻഡിൽ എഗൻസ്റ്റ് 5' എൻഡ് ഒരു റിവേഴ്സ് പ്രൈമറും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, താങ്ക് യു.